കൊച്ചി ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ മിസ് കേരളയായി നടന്ന ഫൈനൽ മത്സരത്തിൽ മിസ് കേരളയായി വൈറ്റില സ്വദേശി മേഘ ആന്റണി തിരഞ്ഞെടുക്കപ്പെട്ടു. കോട്ടയം സ്വദേശി അരുന്ധതിയാണ് ഫസ്റ്റ് റണ്ണപ്പ്. തൃശൂർ കൊരട്ടി സ്വദേശി ഏഞ്ചൽ ബെന്നിയെ സെക്കൻഡ് റണ്ണപ്പായും തെരഞ്ഞെടുത്തു. വിവിധ മേഖലയിൽ നിന്നുള്ളവരായിരുന്നു വിധികർത്താക്കൾ. ഡിസംബർ ആദ്യവാരം ആരംഭിച്ച ഓഡീഷനുകൾ കടന്നാണ് 300-ലേറെ മത്സരാർത്ഥികളെ വിവിധ ഘട്ടങ്ങളിൽ വിജയികളായെത്തിയ 19 പേരാണ് മിസ് കേരള 24ാമത് പതിപ്പിന്റെ അവസാനഘട്ട മത്സരത്തിലുണ്ടായിരുന്നത്. 3 റൗണ്ടുകളായാണ് ഗ്രാൻഡ് ഫിനാലെ നടത്തിയത്. മിസ് കേരളയ്ക്ക് പുറമെ മിസ് ഫിറ്റ്നസ്, മിസ് ബ്യൂട്ടിഫുൾ സ്മൈൽ എന്നീ സ്ഥാനങ്ങളിലേക്ക് റോസ്മി ഷാജി, മിസ് ബ്യൂട്ടിഫുൾ ഐസ് ആയി ഏഞ്ചൽ ബെന്നി, മിസ് ടാലന്റായി ആദ്രിക സജീവ്, മിസ് ബ്യൂട്ടിഫുൾ സ്കിന്നായി അമ്മു ഇന്ദു അരുൺ, മിസ് ഫോട്ടോജനിക്, മിസ് ബ്യൂട്ടിഫുൾ ഹെയർ എന്നിവയായി സാനിയ ഫാത്തിമ, മിസ് ബ്യൂട്ടിഫുൾ സ്കിൻ ആയി ആസ്മിൻ, മിസ് കൊഞ്ചിനിയാലിറ്റി സ്ഥാനത്തേക്ക് കീർത്തി ലക്ഷ്മി എന്നിവരെയും തെരഞ്ഞെടുത്തു. എറണാകുളം സെന്റ് തെരേസാസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയാണ് മിസ് കേരള കിരീടം ചൂടിയ മേഘ ആന്റണി. മിസ് കേരള പട്ടം ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണെന്നും കുറേ വർഷത്തെ പ്രയത്നഫലം കണ്ടതെന്നും മേഘ പറഞ്ഞു. ഏതൊരു പെൺകുട്ടിയുടെയും വലിയ സ്വപ്നമാണ് മിസ് കേരള. പഠനത്തിനിടയിൽ അവസരം ലഭിച്ചതും മികച്ച വിജയം നേടാനായതും അവിശ്വസനീയമാണെന്നും ഫസ്റ്റ് റണ്ണപ്പായ അരുന്ധതി പറഞ്ഞു. 6 വർഷമായുള്ള സ്വപ്നമാണ് സഫലമായതെന്ന് സെക്കൻഡ് റണ്ണപ്പ് ഏഞ്ചൽ ബെന്നിയും പറഞ്ഞു. ജോലി ലഭിച്ചതിന് ശേഷം മത്സരത്തിലേക്ക് തിരിയാമെന്നായിരുന്നു തീരുമാനമെന്നും സ്വന്തം പൈസയ്ക്കാണ് അപേക്ഷിച്ചതും മറ്റ് ചിലവുകൾ വഹിച്ചതെന്നും അവർ കൂട്ടിച്ചേർത്തു. ശരീരം മെലിഞ്ഞിരിക്കണം, പൊക്കമുണ്ടാകണമെന്നൊക്കെയാണ് നേരത്തെ സൗന്ദര്യമെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ട്രെൻഡ് മാറിയെന്നും ഇത്തവണത്തെ മത്സരാർത്ഥികളിൽ എല്ലാ തരത്തിലുള്ളവരും ഉണ്ടായിരുന്നുവെന്ന് സംഘാടകർ പറഞ്ഞു. ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള പങ്കാളിത്തവും വർദ്ധിച്ചിട്ടുണ്ട്.